ഹേ ഗൈസ്, നമുക്കൊരു കുട്ടി ട്രിപ്പ് പോയാലോ? യെസ്, ലെറ്റ്സ് ഗോ ടു നേത്രാവതി. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ ട്രെക്കിങ്ങിന് പോകുന്നത്. സോ ഐ എം ക്വൈറ്റ് എക്സൈറ്റഡ് ഫോർ ദാറ്റ്. സോ ലെറ്റ്സ് ഗോ ടു നേത്രാവതി. സോ കുറേ ട്രെയിൻ മാറി കയറാനുണ്ട് ആക്ച്വലി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എറണാകുളത്ത് എത്തണം. എറണാകുളത്ത് നിന്ന് നമ്മൾ ടു മാംഗ്ലൂർ അങ്ങനെയൊക്കെ പോകണം. ഓക്കെ, സോ ഫസ്റ്റ് എറണാകുളം എത്തിയിട്ടുണ്ട്. കുറച്ച് നേരത്തെ ആയതുകൊണ്ട് നമ്മൾ ഡിന്നർ ലുലുവിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നിന്നൊരു ലൈറ്റ് ഡിന്നറൊക്കെ കഴിച്ചിട്ട് നമ്മൾ മെട്രോ പിടിച്ച് വീണ്ടും എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് രാത്രിയിലായിരുന്നു ട്രെയിൻ കിട്ടി. നമ്മൾ നെക്സ്റ്റ് മോർണിംഗ് തന്നെ മാംഗ്ലൂർ അവിടെ എത്തിയിട്ടുണ്ട്. സോ ദിസ് ഈസ് എ സ്മോൾ വ്യൂ ഫ്രം ട്രെയിൻ. ഓക്കെ, എനിക്ക് ആക്ച്വലി ഇഷ്ടമാണ്. എനിക്ക് പേടിയായിരുന്നു സത്യം പറഞ്ഞാൽ ആ ഡോർ സൈഡിൽ നിന്ന് അവിടെ പോയി നിൽക്കാൻ. ബട്ട് കൈൻഡ് ഓഫ് രസവുമാണ്. പക്ഷേ അധികം ഞാൻ അങ്ങോട്ട് അടുത്തോട്ട് പോകുന്നില്ല, ബിക്കോസ് ഐ എം റിയലി സ്കെയർഡ് ടു സ്റ്റാൻഡ് ദെയർ. അപ്പോൾ അവിടുന്ന് ചുമ്മാ ഇങ്ങനെ എത്തി നോക്കി ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് ക്യാബ് വന്നിട്ടുണ്ട്. സോ ഇതൊരു 2 day ട്രിപ്പാണ്. സോ ഫസ്റ്റ് അവിടുത്തെ ലോക്കൽ സൈറ്റ് സീയിങ് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. സോ ഫസ്റ്റ് നമ്മൾ എത്തിയിരിക്കുന്നത് ഗോമതേശ്വർ ടെമ്പിളിലാണ്. സോ നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സ്റ്റാച്ചു കാണുന്നത്. ഇത് സംവോട്ട് ലൈക്ക് 57 foot ലോങ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ സ്റ്റാച്ചു കാണുന്നത്. അവിടെ ഒരു ക്യൂട്ട് ക്യാറ്റ് ഉണ്ട് കേട്ടോ. ഈ ക്യാറ്റ് എൻ്റെ വീട്ടിലുണ്ട്, ഇതുപോലത്തെ സെയിം ഡിറ്റോ. ഇതിന് നമ്മൾ എൻ്റെ വീട്ടിൽ ബ്ലാക്കി എന്നാണ് വിളിക്കുന്നത്. ബട്ട് സംടൈംസ് ഐ കോൾ എർ ലോയർ ക്യാറ്റ്. കാരണം കണ്ടോ, കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിരിക്കുന്ന ആ ഒരു ലുക്ക് കണ്ടില്ലേ. ബട്ട് ഈ ക്യാറ്റ് ഭയങ്കര ക്യൂട്ട് ആൻഡ് കെയറിങ് ലവിങ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അകത്ത് നല്ല പൊരി വെയിലാണ്. കാരണം നമ്മൾ വന്ന സമയം കറക്റ്റ് അല്ലാതെ നമ്മൾ കുട പിടിച്ചാണ് ഇവിടെ നടക്കുന്നത്. സോ അങ്ങനെ നമ്മൾ 3 പേരും ആക്ച്വലി നല്ല വെയിലായിരുന്നു. ഞങ്ങൾ 3 പേരും മാത്രമേ അമ്പലത്തിലുള്ളായിരുന്നു. പിന്നെ ഞാൻ അവിടെ ചുമ്മാ ചുറ്റും അവിടെ അമ്പലത്തിൻ്റെ ചുറ്റുമൊക്കെ നടന്ന്. അപ്പോൾ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ വർഷത്തിലാണ് ഇവിടെ അഭിഷേകം നടക്കുന്നത്. 12 വർഷം. പിന്നെ ഇവിടെ ഒരു ക്യാറ്റിനെ ഞങ്ങൾ കണ്ടു. പിന്നെ എന്താ മാളവിക, നമ്മളുടെ ക്യാറ്റ് വീഡിയോസ് ലേറ്റർ വരുന്നത്. ഈ സ്ഥലം ആരാ റെക്കമെൻഡ് ചെയ്തത്? ടൂർ കോർഡിനേറ്റർ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയിട്ടുണ്ട്. അതായത് ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ആക്ച്വലി ഈ ടൂറ് നമ്മളിങ്ങനെ വന്നപ്പം ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു പ്രൈവറ്റ് വെക്കേഷൻ വന്നതുപോലെയുണ്ട്. കാരണം ഒട്ടും ക്രൗഡേ ഇല്ല, ജസ്റ്റ് ഞങ്ങൾ മാത്രം. പിന്നെ ആ ഏരിയ അതുകൊണ്ട് കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ പറ്റി. അങ്ങനെ അവിടെയൊക്കെ കുറച്ച് നേരം നടന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിന് നെക്സ്റ്റ് എൻഡിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പം നമ്മളവിടെ പോയി അതിൻ്റെ എൻഡിൽ ജസ്റ്റ് എന്താ പറയുക, കുറച്ച് കോഫി പ്ലാന്റേഷൻ ഉണ്ട്. അപ്പം അതിൻ്റെ പൂവിന് നല്ല മണമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറച്ച് പറിച്ച് ചുമ്മാ മണപ്പിച്ച് നടന്ന് അവിടെ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു. നല്ല രസമാണ് അവിടുത്തെ വ്യൂ ഒക്കെ കാണാൻ. പിന്നെ അവിടെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകും. ഇനി നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ടീ പ്ലാന്റേഷനാണ്. സോ അവിടെ അടുത്തൊരു തേയിലത്തോട്ടമുണ്ട്. സോ നമ്മളിങ്ങനെ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നേ, ഇത്രയും ചൂടുള്ള സ്ഥലത്ത് എങ്ങനെയാണ് തേയിലത്തോട്ടമൊക്കെ കാണുന്നത്. കാരണം തേയിലൊക്കെ നല്ല തണുത്ത് കൂൾ പ്ലേസിലെന്താണ്. ബട്ട് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് തേയിലത്തോട്ടം നല്ല ഒരു തണുപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ തേയിലത്തോട്ടിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട്, ഒരു ഗണപതി ക്ഷേത്രമാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ഷേത്രത്തിൽ കൂടെ കയറിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ഇരിക്കാനായിട്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു. നമ്മൾ 3 പേരും അവിടെ ഇരുന്ന് ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. സോ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് ചുമ്മാ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. സോ ഈ ഫ്രെയിമും നല്ല അടിപൊളിയാണ്. സോ ഞാൻ ഇവിടുന്ന് ഒരു 2-3 ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് അമ്പലത്തിൻ്റെ ആ ഒരു ചുറ്റുപാടും നല്ല പീസ്ഫുള്ളൊക്കെയാണ്. നമ്മൾ അപ്പോഴാണ് ആ ഒരു സത്യം മനസ്സിലാക്കുന്നത്. നമ്മൾ രാവിലെ കഴിച്ച ദോശ മാത്രമേ ഇതുവരെ കഴിച്ചിട്ടുള്ളൂ. അത് ഇത്രയും വൈകുന്നേരം 5 മണി ഒന്നും കഴിച്ചിട്ടില്ല. സോ അവിടെ ഒരു ചെറിയൊരു ചായക്കട ഉണ്ടായിരുന്നു. അവിടെ നിന്നൊരു ചായ ഒരു ബണ്ണും മേടിച്ച് കഴിച്ചു. ചായ നല്ല ചൂടായിരുന്നു. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവുകയാണ്. അതൊരു വാട്ടർഫോൾ കാണാൻ പോവാണ്. അപ്പോൾ ഈ വാട്ടർഫോളിന് അങ്ങോട്ട് പോകാൻ കുറച്ച് നടക്കാനുണ്ട്. ഒത്തിരി ഒന്നുമില്ല, ഇച്ചിരി നടന്ന് നമ്മൾ അങ്ങോട്ട് പോവാണ്. വെള്ളത്തിലോട്ട് കാല് വെച്ചപ്പോൾ ഭയങ്കര നല്ല തണുപ്പ്. ഈ ഐസ് വെള്ളത്തിലൊക്കെ കാല് വയ്ക്കുന്നത് അതുപോലെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് ജസ്റ്റ് ക്രോസ് ചെയ്ത് അവിടെ ഒരു കല്ലുണ്ട്, അവിടെ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു. അവിടെ നേരത്തെ ഒത്തിരി പേര് അവിടെ വന്നു കേട്ടോ. സോ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുന്നില്ലെന്ന് വെച്ചു, ബിക്കോസ് നമ്മൾ സ്പെയർ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ നോക്കി ഇരുന്ന്
പിന്നെ കുറച്ച് നേരം ചുമ്മാ ഒന്ന് വെള്ളത്തിലിറങ്ങി ജസ്റ്റ് ഒന്ന് കാല് നനച്ചതേ ഉള്ളൂ. അങ്ങനെ അതൊക്കെയായിരുന്നു ഫോർ ഡേ 1. സോ നെക്സ്റ്റ് ഈസ് ഡേ 2. ഇതാണ് നമ്മുടെ ട്രിപ്പിൻ്റെ മെയിൻ പാർട്ട്, ദാറ്റ് ഈസ് ട്രെക്കിംഗ്. അപ്പം ഫസ്റ്റ് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ വലിയൊരു വണ്ടിയിൽ കയറി നിൽക്കുവാണ്. ഈ വണ്ടി ഞാൻ ആദ്യമായിട്ടോട്ടെ ഇങ്ങനെ ഒരു വണ്ടിയിൽ കയറി നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് ജൂലിയ എടുത്തോ. ജൂലിയ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് അടിപൊളി. വാട്ടർഫോൾ വാസ് ഗ്രേറ്റ്. പൂച്ചക്കുറിച്ചൂടെ പറ. പൂച്ചക്കുട്ടി ആക്ച്വലി ബ്രെയിനാണ്. അങ്ങനെ നമ്മൾ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. നല്ല കുലുക്കമുണ്ട് കേട്ടോ, കാരണം റോഡ് അൺടാർഡാണ്. പിന്നെ ആ വണ്ടി കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ജീപ്പിൽ കയറി അങ്ങനെയാണ് നമ്മൾ മെയിൻ എൻട്രൻസിലേക്ക് എത്തുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ട്രെക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഐ ഹാഡ് മിക്സഡ് ഇമോഷൻസ്. കാരണം ഫസ്റ്റ് ടൈമാണ്. ഇറ്റ് വാസ് നോട്ട് സോ ഈസി. ഭയങ്കര പാടായിരുന്നു. ഞാൻ തുടങ്ങി ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേ ഐ വാസ് ലൈക്ക്, നിങ്ങൾ കയറിക്കോ, ഞാനിവിടെ താഴെ ഇരുന്നോളാം. ബട്ട് അങ്ങനെ പറഞ്ഞ് അവിടെ ഇരുന്നിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് മിസ്ഡ് ദിസ് ബ്യൂട്ടിഫുൾ വ്യൂ. അങ്ങനെ ഓരോ കുറച്ച് സ്റ്റെപ്പ് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് വെക്കുമ്പോഴും ഇറ്റ് വാസ് ഗെറ്റിംഗ് ഹാർഡർ. കാരണം ദിസ് ഈസ് ആൻ ഇൻ്റർമീഡിയറ്റ് ട്രെക്ക്. ഓക്കെ, അങ്ങനെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ റിഫ്രഷ്മെൻറ്റ്സിനായിട്ട് നമുക്ക് നേച്ചർ തന്നെ കുറച്ച് സെറ്റപ്പൊക്കെ വെച്ചിട്ടുണ്ട്. സോ ഇറ്റ് വാസ് നൈസ്. വെതർ വൈസ് വാസ് ക്വയറ്റ് സണ്ണി, നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ ജൂലിയ, Fun with Aish and Mal. അതെ, ഇനിയും ട്രെക്കിന് വരുമോ? Of course. This is just the beginning. We started with intermediate. The beginner skip the direct intermediate. അതെ, Next is straight to advanced. That's the peak destination. Show them the destination. അതുകൊണ്ട് ആ കാണുന്ന മലമുകളിലാണ് എത്താനുള്ളത്. ഇനിയും കുറച്ചുകൂടെ നടക്കാനുണ്ട്. സോ ദിസ് ഈസ് ഡിഫറെൻറ്റ് പീക്സ് ആണ്. അപ്പം അവിടെയും ട്രെക്ക് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾ മലമുകളിൽ നേത്രാവതി പീക്കിൽ എത്തിയിരിക്കുന്നു. ഉഫ്, ഇറ്റ്സ് എന്തോ അച്ചീവ് ചെയ്തൊരു ഫീലായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും അവിടെ കിട്ടിയ കല്ലിലൊക്കെ കയറി ഇരുന്ന് കുറച്ച് ചെറിയ സ്നാക്സൊക്കെ കഴിച്ച്, പിന്നെ ഞങ്ങളുടെ കൂടെ ഈ ഒരു കുട്ടി ക്യൂട്ട് ഡോഗോയും കൂടെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് റിയലി നൈസ്. അവിടെ കുറച്ച് നേരം ഫോട്ടോസൊക്കെ നമ്മൾ എടുത്ത് അങ്ങനെ പതുക്കെ മല ഇറങ്ങി. ഫുൾ ടാൻഡാണ്, ബട്ട് ഐ എം റിയലി സൂപ്പർ. സോ ഞാൻ ആദ്യം വിചാരിച്ചത് ട്രെക്ക് കയറാനാണ് പാടുന്നത്, പക്ഷേ അല്ല കേട്ടോ, ഇറങ്ങാൻ ഭയങ്കര അധികം പാടാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കണ്ടൊരു വാട്ടർഫോളിന് അവിടെ നിന്ന് ലഞ്ച് നമ്മൾ താഴെ പാക്ക് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അവിടെ നിന്ന് പീസ്ഫുള്ളായിട്ട് ഇവിടെ ലഞ്ചൊക്കെ കഴിച്ചു. ഇത് ലെമൺ റൈസ് ആട്ടോ. കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പതുക്കെ മെല്ലെ മല ഇറങ്ങി.